വ്യൂവേഴ്സ്, വെൽക്കം ടു സായ ഡിസൈൻസ്. എൻ്റെ പേര് സാൻഡ്ര. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തയ്ക്കുന്ന എല്ലാവർക്കും ഒരേപോലെ ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സാണ് നമ്മൾ പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതായത് നമ്മളെല്ലാവരും നേരിടുന്ന ഒരു പ്രശ്നമാണ് തയ്ക്കുന്ന കത്രികയുടെ മൂർച്ച പെട്ടെന്ന് തന്നെ പോകുന്നത്, അല്ലേ? നമുക്ക് അതിൻ്റെ റേറ്റ് കാരണം തന്നെ നമുക്ക് പെട്ടെന്ന് അങ്ങനെ വാങ്ങിക്കാൻ പറ്റുന്ന ഒരു സംഭവം അല്ല ഇത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മൂർച്ച നമുക്ക് പെട്ടെന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രൂപ പോലും ചിലവില്ലാതെ ഇതെങ്ങനെ നമുക്ക് മൂർച്ച വെപ്പിച്ചെടുക്കാമെന്ന് നോക്കിയാലോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാവേ. ഫസ്റ്റ് ട്രിക്ക് എന്ന് പറയുന്നത് നമ്മളുടെ എല്ലാവരുടെയും കയ്യിൽ കാണുന്ന ഒരു ഐറ്റമാണ് ഇത്, ബോൾ പിൻ, അല്ലേ? നമ്മൾ തയ്ക്കാൻ നേരത്ത് തുണിയൊക്കെ തെന്നി മാറി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ബോൾ പിന്ന് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ബോൾ പിന്ന് വെച്ചിട്ട് ഒരു പരിപാടി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇതേപോലെ ബോൾ പിൻ എടുത്ത് കയ്യിൽ പിടിക്കുക. എന്നിട്ട് ഏത് കത്രികയ്ക്കാണോ മൂർച്ചയില്ലാത്തത് അതെടുക്കുക. അതെടുത്തതിന് ശേഷം നമ്മൾ കത്രികയുടെ ഉള്ളിലേക്ക് ഈ ഒരു ബോൾ പിന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതിങ്ങനെ ഓപ്പൺ ചെയ്യുക. അത്യാവശ്യം കത്രികക്ക് മൂർച്ച കുറവാണ് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് വെച്ച് നോക്കാം. കണ്ടോ? ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിങ്ങനെ ഒന്ന് ഉള്ളിലേക്കാക്കി വലിച്ചു കൊടുക്കുക. അപ്പോൾ ഇതിങ്ങനെ തമ്മിൽ റബ്ബാകും, ആ ഉൾഭാഗത്ത് ഇങ്ങനെ റബ്ബാകും. അപ്പോൾ ആ കത്രിക നന്നായിട്ട് ടൈറ്റ് ചെയ്ത് വേണം പിടിക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് മാക്സിമം പറ്റുന്ന പോലെ ടൈറ്റ് ചെയ്ത് പിടിക്കണം. എന്നിട്ട് മറ്റേ കൈ കൊണ്ട് പ്രഷർ കൊടുത്തിട്ട് ഈ മൊട്ടു സൂചി അറ്റം വരെ കൊണ്ടുപോവുക. ഫുള്ള് കൊണ്ടുപോകണം കേട്ടോ. സ്റ്റാർട്ടിങ് തൊട്ട് ആ എൻഡ് വരെ നന്നായിട്ട് ഇതേപോലെ കൊണ്ടുപോകും. അപ്പോൾ ഇതിൽ മൊട്ടു സൂചിയിൽ ഇങ്ങനെ പാട് വരും, മനസ്സിലായോ? ആ ഒരു റബ്ബാകുമല്ലോ തമ്മിൽ. അപ്പോൾ അതുകൊണ്ട് മൊട്ടു സൂചിയിൽ ഇങ്ങനെ നന്നായിട്ട് പാടുകൾ വരും. അപ്പോൾ നല്ല രീതിയിൽ പാടുകൾ വരുന്ന സമയം വരെ നിങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. കുറച്ച് അധികം നേരം ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു മെത്തേഡ് നിങ്ങൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ചെയ്ത് നോക്കുക. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കത്രികയ്ക്ക് അത്യാവശ്യം നല്ല രീതിയിൽ മൂർച്ച കൂടുന്നതാണ് കേട്ടോ. നമ്മൾ ഷോപ്പിലൊക്കെ കൊടുത്ത് ചെയ്യിക്കില്ലേ, അതേപോലെ തന്നെ നല്ല രീതിയിൽ നമുക്ക് മൂർച്ച കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇപ്പോൾ തുണി തയ്ക്കുന്നത് മാത്രമല്ല, അല്ലാണ്ട് മീൻ വെട്ടുന്ന കത്രികയൊക്കെ ഉണ്ടാവുമല്ലോ, അതിലും നിങ്ങൾക്ക് ഈ ഒരു ട്രിക്ക് പരീക്ഷിക്കാം കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മൂർച്ച കൂടി കിട്ടുന്നതാണ്. അപ്പോൾ ഈ ഒരു ട്രിക്കാണ് നമ്മൾ ഫസ്റ്റ് വണ്ണായിട്ട് പറയുന്നത്. ഇനി നമുക്ക് ടിപ്പ് നമ്പർ 2 നോക്കാം. അതിനിതാ ഏറ്റവും എളുപ്പത്തിൽ നമ്മുടെ എല്ലാവരുടെയും വീടുകളിലൊക്കെ ഉണ്ടാകുന്ന ഒരു ഐറ്റമാണ് വാഴയില എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ഈ വാഴയില യൂസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെയാണ് കത്രികയുടെ മൂർച്ച കൂട്ടുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരു കയ്യിൽ കത്രികയും മറ്റേ കയ്യിൽ വാഴയിലയും ഇതേപോലെ എടുക്കുക. എന്നിട്ട് നിങ്ങൾ ആ വാഴയില ഏത് കത്രികയ്ക്കാണോ മൂർച്ചയില്ലാത്തത് അത് വെച്ചിട്ട് നന്നായിട്ടൊന്നിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. അത്യാവശ്യം സ്പീഡിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന പോലെ ഒരുപാട് കട്ട് അതിൽ കൊടുക്കുക. അപ്പോൾ കത്രിക വെച്ച് ഇങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് അതിന് മൂർച്ച കൂടുന്നതാണ്. ഈ ഒരു ട്രിക്ക് പണ്ട് സ്റ്റിച്ചിങ് പഠിക്കാൻ പോയിക്കൊണ്ടിരുന്ന സമയത്ത് അവിടുത്തെ ടീച്ചർ പറഞ്ഞു തന്നതാണ്. അതുകൊണ്ട് തന്നെ വേറെ ഏതെങ്കിലുമൊക്കെ ഇലയിൽ ഇത് വർക്കാകുമോ എന്ന് എനിക്കറിയത്തില്ല. അന്നിങ്ങനെ ടീച്ചർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നതാണ് വാഴയില കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മൂർച്ച കൂടുമെന്നുള്ള കാര്യം. അപ്പോൾ ഞാൻ അതുകൊണ്ട് അത് ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ട്രിക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, എന്തായാലും വർക്കിംഗ് ആയിരിക്കും കേട്ടോ. അപ്പോൾ വേറെ ഏതെങ്കിലും ഇല യൂസ് ചെയ്യാമോ എന്ന് എനിക്കറിയത്തില്ല. വാഴയില എന്തായാലും ബെറ്ററാണേ. അപ്പോൾ ടിപ്പ് നമ്പർ 2 ഇതാണ് കേട്ടോ. ഇനി നമുക്ക് ടിപ്പ് നമ്പർ 3യിലേക്ക് പോകാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ള എന്താണെന്ന് മനസ്സിലായോ? ഇതൊരു മുട്ടത്തൊണ്ടാണ്. നമ്മൾ ഉപയോഗിച്ച ശേഷം വലിച്ചെറിഞ്ഞ് കളയുന്ന മുട്ടത്തൊണ്ടുണ്ടല്ലോ, അതാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് തന്നെ കത്രികയുടെ മൂർച്ച കൂട്ടാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ വാഴയിലയിൽ ചെയ്ത പോലെ തന്നെ ഈ ഒരു മുട്ടത്തൊണ്ട് നന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. മനസ്സിലായോ? കത്രികയുടെ എല്ലാ ഭാഗം കൊണ്ടും, നമ്മൾ മുറിക്കുന്ന എല്ലാ ഭാഗം കൊണ്ടും ഇങ്ങനെ കട്ട് ചെയ്ത് അത്യാവശ്യം ഒരു മുട്ട ഫുള്ളൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് മൂർച്ച കൂടി കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും. അപ്പോൾ ഈ ഒരു ട്രിക്ക് ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഇത് എന്തായാലും ഒന്ന് ചെയ്ത് നോക്കണേ. കാരണം നമുക്ക് ഒരു രൂപ പോലും ചിലവില്ലാതെയാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ള ഈ ട്രിക്കുകൾ 3 നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. പിന്നെ നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിക്കുക, കത്രിക ഒരിക്കലും നിങ്ങൾ താഴെ ഇടരുത്, മനസ്സിലായോ? കത്രിക ഒരിക്കലും താഴെ ഇടരുത്. താഴെ ഇടുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മൂർച്ച പെട്ടെന്ന് തന്നെ പോകുന്നതാണ്. അതേപോലെ തന്നെ കത്രിക ഇങ്ങനെ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഈ ഒരു കോൺ ഭാഗം ഉണ്ടല്ലോ, അപ്പോൾ ഇവിടെ ആയിട്ട് ഗ്യാപ്പ് ഉണ്ടോ എന്ന് നോക്കുക. ഈ 2 കത്രികയുടെ ഈ ഒരു നമ്മൾ കട്ട് ചെയ്യുന്ന ഭാഗത്തിൻ്റെ ഇടയ്ക്ക് ഗ്യാപ്പ് ഉണ്ടോ എന്ന് നോക്കുക. അതേപോലെ തന്നെ കത്രിക തമ്മിലിങ്ങനെ ഇളക്കുന്ന സമയത്ത് അത് ഇളകുന്നുണ്ടോ, അതിൻ്റെ സെൻറ്ററിലുള്ള ആ ഒരു സ്ക്രൂ ലൂസായിട്ടുണ്ടോ എന്നും കൂടെ നിങ്ങൾ നോക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ കത്രികയ്ക്ക് മൂർച്ച നമുക്ക് കിട്ടത്തില്ല. അതുപോലെ തന്നെ കത്രിക വെട്ടുന്ന സമയത്ത് ഇങ്ങനെ ഒന്നും ചാടിപ്പോവില്ല, നമ്മുടെ തുണിയിൽ നിന്ന് ഇങ്ങനെ ചാടിപ്പോകുന്ന പോലെ നമുക്ക് തോന്നും, മനസ്സിലായോ? അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മൾ പറഞ്ഞ ട്രിക്കുകളെല്ലാം തന്നെ ത്രെഡ് കട്ടറിൻ്റെ കേസിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ, ഈ മുട്ടത്തൊണ്ടും വാഴയിലയും ഒക്കെ. അപ്പോൾ നിങ്ങൾ ഈ ട്രിക്കൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. അതുപോലെ തന്നെ നമ്മൾ സാൻഡ് പേപ്പർ ഇട്ട് റബ്ബ് ചെയ്യുന്നതും നല്ലതാണ് കേട്ടോ. നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന സാൻഡ് പേപ്പർ ഉണ്ടല്ലോ, അപ്പോൾ അതിട്ട് റബ്ബ് ചെയ്താലും മൂർച്ച കൂടുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബൈ.